എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതിട്ടൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതിലേക്ക് 2 ഉണക്കമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഇത് മൂടി വെച്ച് ഒരു 3 മിനിറ്റോളം വേവിക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും ഞാൻ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കോളിഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച പച്ചക്കറി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ട് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു കപ്പ് 1ാം പാലുണ്ട്. ഇത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ട് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച ശേഷം അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ വെജിറ്റബിൾ സ്റ്റൂ ആണ്. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.